ഗൗരി ശങ്കരൻ പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്നൊരു പ്രൊമോ തന്നെയായിട്ട് ഒന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശങ്കറിന് ഇപ്പോഴും ആ ഒരു സ്ഥിരതയായിട്ടില്ല. ഒരു സമയത്ത് ഒരു സ്വഭാവം, മറ്റേ സമയത്ത് മറ്റേ സ്വഭാവം എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്നാണ് ശങ്കറിൻ്റെ ആ ഒരു സ്വഭാവം ചേഞ്ച് ചെയ്യുന്നത്. അത് നമ്മുടെ ഗൗരിക്കും അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും വീണ്ടും മാത്രം ഇവൻ്റെ സംശയം എങ്കിൽ വരുന്നത് ഇങ്ങനെ ശങ്കറിൻ്റെ സമനില തെറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ശങ്കറിൻ്റെ ഈ ഒരു സ്വഭാവത്തോട് നമുക്ക് പ്രേക്ഷകർക്കൊട്ടും യോജിപ്പില്ല കേട്ടോ. ശങ്കർ ആ ഒരു പ്യുവർ ലവ് ആണെങ്കിൽ എന്തിനീ സംശയം? അതുതന്നെയാണ് നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ മഹാദേവൻ എങ്ങനെയൊക്കെയോ നമ്മുടെ ഗൗരി ധ്രുവനെ കണ്ടു എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ശങ്കറിൻ്റെ അമ്മ പറഞ്ഞിട്ടാകും അറിയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഗൗരി വിചാരിക്കുന്നത് നമ്മുടെ കമല പറഞ്ഞിട്ടാകും എന്ന് കരുതി നമ്മുടെ കമലയോട് ദേഷ്യപ്പെടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കമലയടത്തി അല്ലാതെ വേറെ ആരാ ഈ വീട്ടിൽ അമ്മയോട് പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ കമല പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഗൗരി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗൗരി ആ ഒരു കലിപ്പിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ കമലയും ഗൗരിയും ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു രംഗം തന്നെയായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ തന്നെ ആ ഒരു വിള്ളൽ വീഴുന്നൊരു മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് ഇനി എങ്ങനെയൊക്കെ കഥ മാറിത്തിരിയുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ശങ്കർ ഗൗരി ആ ഒരു ബന്ധം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ശങ്കർ ഇനിയും പ്രശ്നമുണ്ടാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.